അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻക്യുബേറ്ററിൽ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിരുന്നാലേ തുടർന്നിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമ്മളുടെ ഒരു കസ്റ്റമർ പറഞ്ഞതിനനുസരിച്ചിട്ട് അവർക്ക് 30 നാടൻ കോഴി കുഞ്ഞുങ്ങളെ കേട്ടോ ആവശ്യപ്പെട്ടത്. അപ്പോൾ നമ്മളത് വിരിയിച്ച് കൊടുക്കാനായിട്ടാണ് നമ്മൾ ഇൻക്യുബേറ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ 2 ടേണായിട്ടാണ് ഈ ഇൻക്യുബേറ്ററിൽ മുട്ടകൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു 5 ദിവസത്തിന് മുന്നേ മുട്ട വെച്ചിരുന്നു. അതിനുശേഷം വീണ്ടും കോഴിമുട്ട വെച്ചിരുന്നു. അപ്പോൾ ആദ്യം വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇവർ. ഇത് ഫുള്ളായിട്ടും നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഈ കറുത്തതൊന്നും കരിങ്കോഴികളല്ല, ഉള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇവർ ഓരോരുത്തരായിട്ട് വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ആദ്യത്തെ ടേണിൽ കുറച്ച് വലിയ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം വെച്ച് വിരിച്ചിരുന്നു. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴിക്കുഞ്ഞുങ്ങളോ എന്തെങ്കിലും കോഴി ആവശ്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം 1 ഡേ ചിക്കായിട്ടാണ് കേട്ടോ കൊടുക്കാറ്. ചിലവർ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ മാത്രമാണ് ഇപ്പോൾ വിരിയിക്കാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അതേപോലെ നമ്മൾ കരിങ്കോഴിക്കുഞ്ഞുങ്ങളും കൈരളിയെല്ലാം വിരിയിച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ വിരിയുന്ന കോഴിക്കുഞ്ഞുങ്ങളെയെല്ലാം നമ്മൾ വേറെ ബോക്സിലേക്ക് മാറ്റാറുണ്ട്. കോഴിക്കുഞ്ഞുങ്ങൾ വിരിയും തോറും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവർ വിരിയുന്നതനുസരിച്ചിട്ട് വേറെ ബോക്സിലേക്കോ വേറെ ഒരു ലൈറ്റിട്ട് വേറൊരു ഏതെങ്കിലും നമുക്ക് അവർ വെക്കാനുള്ള ബ്രൂഡറിലേക്കോ മാറ്റേണ്ടതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും. കുറേ നേരം കഴിഞ്ഞാൽ ഇവർ എണീറ്റ് ഇങ്ങനെ ഓടി നടക്കാൻ തുടങ്ങുമ്പോൾ മറ്റ് മുട്ടകൾ എല്ലാം ഒരേ ടൈം വിരിയുന്ന മുട്ടകളാകുമ്പോൾ പ്രശ്നമില്ല. നമ്മൾ 2 ദിവസങ്ങൾ വ്യത്യാസത്തിലാണ് വെച്ചിരിക്കുന്നത്. 5 ദിവസം മുമ്പ് വിരിയുന്നതും അതിന് ശേഷം വിരിയുന്നതായിട്ട്. അപ്പോൾ അങ്ങനെ വെക്കുന്നതുകൊണ്ട് അതിൽ ടെമ്പറേച്ചർ വ്യത്യാസം വരുമ്പോൾ ബാക്കിയുള്ള മുട്ടകളെ ഇത് ബാധിക്കും. അതുകൊണ്ട് വിരിയുന്ന കോഴികളെ നമ്മൾ വേറെ ബോക്സിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ ഇത് വിരിഞ്ഞ് കുറച്ചൊന്ന് നടക്കട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ബോക്സിലിട്ടിരിക്കുന്നത്. കുറച്ച് എണീച്ച് നടക്കാനാകുമ്പോൾ ഇതുപോലെ ഇതുണ്ടല്ലോ വിരിയുന്ന കോഴിക്കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ വേറെ ബോക്സിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ ഫസ്റ്റുള്ള കോഴിക്കുഞ്ഞുങ്ങളാട്ടത് 5 ദിവസം മുന്നേ. പിന്നെ ബാക്കി എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും വിരിയിച്ചെടുത്തിട്ട് നമ്മൾ വേറെ ബോക്സിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ കസ്റ്റമർ 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നാണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും ചെക്ക് ചെയ്തിട്ടാണ് അയക്കാറ്. ആർക്കെങ്കിലും വല്ല ക്ഷീണമോ അങ്ങനെ തൂങ്ങുന്ന പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാം മാറ്റുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ഇതാദ്യം വിരിഞ്ഞ് ആ മുട്ടയിൽ കിടന്ന കോഴിയാണ്. കണ്ടില്ലേ. അപ്പോൾ ഇത് ഫുള്ളും നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ മാത്രമാണ് ഇത്തവണ കസ്റ്റമർ ആവശ്യപ്പെട്ടത്. അപ്പോൾ നമ്മളിതിലെല്ലാവരും നാടൻ കോഴിയാണ് കേട്ടോ. ഇതിലേതും ബ്രോയിലറോ ബാക്കി ഏത് മിക്സിങ്ങോ കരിങ്കോഴിയോ ഒന്നുമില്ല. നമ്മുടെ എല്ലാം പ്യുവർ നാടൻ കോഴികളാണ്. ഇതെല്ലാം മുട്ടയിടുന്ന നാടൻ കോഴികളാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പൂവനും പടയും മിക്സായിട്ടാണ് വിരിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂവനും പടയും എല്ലാം മിക്സായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഉണ്ടല്ലേ, ഓരോ കോഴികളെയും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്കിനി പുതിയ വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.